അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ നിർത്തിപ്പോകും. കാരണം ഇതിലൊരു വിഷയം മാത്രമാണ് നിങ്ങളുടെ അടുത്തേക്ക് എനിക്ക് എത്തിക്കാനുള്ളത്. ആ ഒരു വിഷയം പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഓക്കെ. അപ്പോൾ ഈ അടുത്തതായിട്ട് നമ്മൾ ന്യൂസിലൊക്കെ അബ്ദുറഹീമിൻ്റെ വിഷയമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് മുമ്പത്തെ വീഡിയോൻ്റെ അകത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അബ്ദുറഹീമിനെ അവിടെ ജയിലിൽ കാണാൻ വേണ്ടി ഉമ്മ പോയിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ തുടങ്ങിയുള്ള വിശേഷങ്ങൾ കുറേ കാര്യങ്ങളും അതിൻ്റെ ചർച്ചകളൊക്കെ നമ്മൾ മുമ്പ് നടത്തിയതാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഒരു സന്തോഷകരമായ ഒരു വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. അബ്ദുറഹീമിനെ ഉമ്മ കാണാൻ ജയിലിലേക്ക് പോവുകയും ഉമ്മ അബ്ദുറഹീമിനെ കാണുകയും കെട്ടിപ്പിടിക്കുകയും ഏകദേശം അരമണിക്കൂറിന് നേരം സംസാരിക്കുകയും ഇങ്ങനെ പരസ്പരം സ്നേഹം അവിടെ പുലർത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന ന്യൂസാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നുള്ളത്. നമുക്ക് ആ ഒരു ന്യൂസിൻ്റെ ഒരു അല്പം ഭാഗം കേട്ടതിന് ശേഷം ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിനെ കണ്ട് ഉമ്മ ഫാത്തിമ ഏറെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഫാത്തിമ മകനെ കണ്ടത്. കഴിഞ്ഞ ദിവസം സൗദിയിലെ ജയിലിൽ ഫാത്തിമ എത്തിയിരുന്നുവെങ്കിലും അബ്ദുറഹീം കൂടിക്കാഴ്ചയ്ക്ക് വിസമ്മതിച്ചിരുന്നു. 24 എക്സ്ക്ലൂസീവ് വിശദാംശങ്ങളുമായി ജലീൽ കണ്ണമംഗലമുണ്ട്. ജലീൽ, കഴിഞ്ഞ എത്രയോ നാളുകളായുള്ള ഉമ്മയുടെ കാത്തിരിപ്പാണ്. കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചിരുന്നില്ല, അതിൽ വിഷമത്തിലായിരുന്നു ഉമ്മ. ഇന്നിപ്പോൾ ആ കൂടിക്കാഴ്ച യാഥാർത്ഥ്യമായി. വിവരങ്ങൾ എന്താണ്? അനുജ, സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമുമായി ബന്ധപ്പെട്ട് ഏറെ സന്തോഷമുള്ള വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. അബ്ദുറഹീമിന്റെ ഉമ്മ ജയിലിലെത്തി മകനെ കണ്ടിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ആയിരുന്നു ഈ കൂടിക്കാഴ്ച. ഏതാണ്ട് അരമണിക്കൂറോളം അബ്ദുറഹീമുമായി ഉമ്മ സംസാരിച്ചു, കെട്ടിപ്പിടിച്ചു, സന്തോഷം പങ്കുവച്ചു. അബ്ദുറഹീമിന്റെ സഹോദരനും അമ്മാവനും കൂടെ ഉണ്ടായിരുന്നു. അസീർ ഗവർണറുടെ പ്രതിനിധിയും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകനായ അഷ്റഫ് ജയിലിൽ പോയി അബ്ദുറഹീമിനെ സന്ദർശിച്ചിരുന്നു. ഉമ്മയെ കാണാൻ ആ സമയം അബ്ദുറഹീം താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ശേഷമാണ് ഉമ്മയെ റിയാദിൽ ഉള്ള ഉമ്മയെ ജയിലിൽ എത്തിച്ചത്. നേരത്തെ ഉമ്മ ജയിലിൽ എത്തിയപ്പോൾ മകനെ കാണാൻ സാധിച്ചിരുന്നില്ല. ആ പ്രയാസം ഉമ്മക്കുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ അലിഞ്ഞ് ഇല്ലാതായി. 18 വർഷങ്ങൾക്ക് ശേഷം ആ ഉമ്മയും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു. അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. നേരത്തെ കാണാൻ സാധിക്കാത്തതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും പ്രചാരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തീർക്കാനുള്ള ശ്രമം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ റിയാദിലെ നിയമ സഹായ സമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കുടുംബം ഇന്ന് ഇന്ത്യൻ എംബസിയിൽ പോയിരുന്നു. ഏറെക്കാലമായി റഹീമിന്റെ മോചനത്തിനായി ശ്രമിക്കുന്ന റിയാദിലെ നിയമ സഹായ സമിതി പ്രവർത്തകരെ ബന്ധപ്പെട്ട് നന്ദി അറിയിക്കുമെന്നും റഹീമിന്റെ അമ്മാവൻ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉമ്മയും കുടുംബവും മക്കയിൽ പോയി ഉംറ നിർവഹിച്ചിരുന്നു. ശേഷം റിയാദിലേക്ക് തന്നെ മടങ്ങി. ഇനി താമസിയാതെ ഇവർ നാട്ടിലേക്ക് മടങ്ങും എന്നാണ് സൂചന. ഏതായാലും ഏറെ സന്തോഷം ഒരു കാര്യമാണ് ഇന്ന് നടന്നത്. ഇനി റഹീമിന്റെ മോചനത്തിനായുള്ള കാത്തിരിപ്പ് ഏറെ ആശ്വാസകരമായ, സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിനെ 18 വർഷങ്ങൾ. ഓക്കെ, ഈ ഒരു ന്യൂസാണ് നമുക്കിപ്പോൾ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറേ ആൾക്കാർക്ക് അറിയാത്തവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഞാൻ നീട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും പ്രത്യേകമായിട്ട് ദുആ ചെയ്യുക. പെട്ടെന്ന് തന്നെ അബ്ദുറഹീമിന് അവിടുന്ന് മോചനം ലഭിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരാനും ആ ഒരു കുടുംബത്തിനോട് കഴിയാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ നിർത്തുകയാണ്. ചെറിയൊരു തിരക്കുള്ളത് കാരണമാണ് ഞാൻ ഇത്രയും സ്പീഡിൽ സംസാരിച്ചതും ഈ ഒരു വീഡിയോ ഷോർട്ടായിട്ട് ഞാൻ നിർത്തി പോകുന്നതുള്ളൂ. അതേപോലെ നമ്മുടെ ചാനലിലേക്ക് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ എവിടെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്നില്ല, നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.